ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലിട്ടിരുന്ന ലച്ചുവിൻ്റെ സ്റ്റോറിയുടെ പാർട്ട് 2 ആയിട്ടാണ്. പാർട്ട് 1 കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കുക. പിന്നെ ഞാൻ അത് കഴിഞ്ഞുള്ളൊരു പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അതും കേട്ടിട്ട് ഈ പാർട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ കൈ അമ്മായിയച്ഛൻ്റെ തലയിലും വെച്ച് ഞാൻ തലോടി. ചുമ്മാ ഞാൻ ഫോണെടുത്ത് സമയം നോക്കി. 1:54 AM. രാത്രി 12 മണിക്ക് തുടങ്ങിയതാണ്. 2 മണിക്കൂറോളമായി. അപ്രതീക്ഷിതമായി എനിക്ക് ലഭിച്ച സൗഭാഗ്യമാണിത്. പക്ഷേ ആരെങ്കിലും അറിഞ്ഞാൽ? ആരും അറിയില്ല. അങ്ങനെ സമാധാനപ്പെട്ട് ഞാൻ കണ്ണടച്ചു. ആകെ തളർന്നതിനാൽ വേഗം തന്നെ ഉറങ്ങിപ്പോയി. 4 മണിക്ക് അലാറം അടിച്ചപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റ ഉടനെ അമ്മായിയച്ഛനെ തപ്പി. ഇന്നലെ കണ്ടതെല്ലാം ഒരു സ്വപ്നമാണോ? അല്ല. അമ്മായിയച്ഛൻ എപ്പോഴോ എഴുന്നേറ്റ് പോയിരുന്നു. ഞാൻ വേഗം തന്നെ എൻ്റെ റൂമിൽ പോയി. അനിയത്തിമാരും എൻ്റെ അമ്മയും അച്ഛനും റൂമിലുണ്ട്. ഞാൻ അലമാരയിൽ നിന്നും വേറൊരു നൈറ്റിയും തോർത്തുമെടുത്ത് കുളിക്കാൻ കയറി. നല്ലൊരു കുളി പാസ്സാക്കി. ശരീരം നല്ല വേദനയാണ്. ഇന്നലെ രാത്രിയിലെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കുളിര് കോരുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിനെയാണ് ഞാൻ വഞ്ചിച്ചത്, അതും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ. പക്ഷേ എൻ്റെ മേലുണ്ടായ സാഹചര്യ സമ്മർദ്ദങ്ങൾ എനിക്ക് വേറെയൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഞാൻ ഒരുപക്ഷെ വിസമ്മതിച്ചാൽ ഇന്നീ വീട്ടിലെ സന്തോഷമെല്ലാം നഷ്ടമായേനെ. മാത്രമല്ല, ഞാൻ എല്ലാ വികാരങ്ങളുമുള്ള പെണ്ണല്ലേ. മറ്റൊരാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത് കൊണ്ട് കീഴ്പ്പെടുത്തുമ്പോൾ സഹകരിക്കാനല്ലേ ഏതൊരു പെണ്ണിനും പറ്റൂ. ഇന്നലെ രാത്രി കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. അതെല്ലാം മറന്നു കളയാം. ഞാൻ ഇനി എന്നും എൻ്റെ ദേവേട്ടൻ്റെയാ. എന്നാലും അമ്മായിയച്ഛൻ നൽകിയ ആ സന്തോഷം അതൊരിക്കലും എന്നെ വിട്ടുപോകില്ല, ഉറപ്പ്. ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി പുറത്തിറങ്ങി. അങ്ങനെ കല്യാണമായി. വളരെ ഭംഗിയായി ചടങ്ങുകളെല്ലാം തന്നെ നടന്നു. മുറ്റത്ത് തന്നെ വലിയൊരു പന്തലൊരുക്കി. വീട്ടിൽ തന്നെയായിരുന്നു സദ്യയെല്ലാം. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലികെട്ട്. അമ്പലവും വീടും അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ബാക്കി ചടങ്ങുകളെല്ലാം നടത്തി. ചെറുക്കൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പിറവത്താണ്. കല്യാണം വളരെ ഭംഗിയായി നടന്നു. ചെക്കനെയും പെണ്ണിനെയും യാത്രയാക്കി. 4 മണിയാവുമ്പോഴേക്കും ചെക്കൻ്റെ വീട്ടിൽ റിസപ്ഷൻ പാർട്ടിയുണ്ട്. അതിനു പോകാനുള്ള തയ്യാറെടുപ്പായി എല്ലാവരും. കല്യാണത്തിൻ്റെ ഇടയ്ക്ക് അമ്മായിയച്ഛനെ 1-2 തവണ കണ്ടു. എന്നെ ഇടയ്ക്ക് പുള്ളി നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇന്നലെ സംഭവിച്ച കാര്യത്തെപ്പറ്റി ഒരു ചിന്തയും ആ മുഖത്തെനിക്ക് ഫീൽ ചെയ്തില്ല. ഭാഗ്യം, അച്ഛന് കുഴപ്പമില്ല. ഇനി ഞാനും അതോർത്ത് സങ്കടപ്പെടണ്ടല്ലോ. അങ്ങനെ പോകാൻ നേരമായി. 2 ദിവസത്തെ കഷ്ടപ്പാട് മൂലം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലത്തെ അധ്വാനം മൂലം ശരീരമാകെ നല്ല വേദനയുണ്ട്. ദേവേട്ടനോട് കാര്യം പറഞ്ഞു. നീ എന്നാ വിശ്രമിച്ചോ, ഞങ്ങൾ പോയിട്ട് വേഗം വരാം. ദേവേട്ടൻ പറഞ്ഞു. അമ്മായിയച്ഛനും എല്ലാവരെയും ക്ഷണിക്കുന്ന തിരക്കിൽ രാവിലെ തൊട്ടേ കഷ്ടപ്പെടുകയായിരുന്നു. അതിനാൽ അത്രയും ദൂരം യാത്ര ചെയ്യാൻ സാധിക്കാത്തതിനാൽ പുള്ളിയും പോയില്ല. ബാക്കി എല്ലാവരും പാർട്ടിക്ക് പോയി. കൊച്ചിനെയും കൊണ്ടുപോയി. അവരുടെ കൂടെ പോകാൻ വേണ്ടി അവൻ വാശി പിടിച്ചു. അങ്ങനെ വീട്ടിൽ ഞാനും അച്ഛനും മാത്രമായി. വീടിൻ്റെ പുറത്ത് പന്തലുകാരും മറ്റുമുണ്ട്. അമ്മായിയച്ഛൻ അവർക്കൊക്കെ പൈസ കൊടുക്കുന്ന തിരക്കിലും. ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു. ആകെ വിയർത്തു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള തിരക്കാണ്. അങ്ങനെ അതൊന്ന് കഴിഞ്ഞ് കിട്ടി. ആശ്വാസമായി. സാരിയും ബ്ലൗസും എല്ലാം വിയർത്തൊട്ടി. നന്നായി ഒന്ന് കുളിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഞാൻ റൂമിൻ്റെ വാതിൽ ചാരി മാറുവാനുള്ളൊരു സാരി എടുത്ത് കട്ടിലിട്ടു. ഒരു തോർത്തുമുടുത്ത് ഞാൻ ബാത്റൂമിൽ കയറി. ഷവർ ഓണാക്കി. വെള്ളം ദേഹത്ത് വീണു. ഞാൻ എൻ്റെ മേൽ മുഴുവൻ സോപ്പ് തേച്ച് പതപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിൽ എന്തോ നിലത്ത് വീണ ഒച്ച ഞാൻ കേട്ടു. ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാൻ വാതിൽ ചെറുതായി തുറന്നതും അമ്മായിയച്ഛൻ ചാടി ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയതും ഒരുമിച്ചായിരുന്നു. ഞാൻ പേടിച്ച് ബാത്റൂമിൻ്റെ ചുവരിൽ ചേർന്ന് നിന്നു. അമ്മായിയച്ഛൻ ഒരു തോർത്തുമുണ്ട് ചുറ്റി
ബാത്റൂമിൽ വന്ന് കയറിയിരിക്കുവാണ്. മൂപ്പരുടെ മുഖത്ത് ആകെ ഒരു ശൃംഗാരഭാവം. അയ്യോ അച്ഛാ, എന്താ ഇതെന്താ ഇവിടെ? മോളെ, ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക, കുളിക്കുവാൻ വേണ്ടി വന്നയാ. അതിനെന്തിനാ അച്ഛാ ഇവിടെ? അച്ഛൻ്റെ റൂമിൽ ബാത്റൂം ഉണ്ടല്ലോ, അവിടെ കുളിക്ക്, പോവന്നെ. മോളെ, വെള്ളം അമൂല്യമല്ലേ, നീ എന്തായാലും കുളിക്കുന്നു, ഞാനും കൂടെ കൂടിയാ വെള്ളം ലാഭിക്കാമല്ലോ. അച്ഛൻ്റെ ഉദ്ദേശമല്ല, ദുരുദ്ദേശം എനിക്ക് പിടികിട്ടി. മനസ്സുകൊണ്ടൊരു നിമിഷം സന്തോഷം വന്നു. എന്നാലും ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നെനിക്ക് മനസ്സിലായി. അച്ഛാ പ്ലീസ്, പൊന്നെ, ഇന്നലെ കഴിഞ്ഞു, ഇനി അത് നമുക്ക് വേണ്ട, പ്ലീസ്. മോളെ, ഈ അച്ഛനെ ഒരുപാട് പിടിച്ചു നിന്നു മോളെ, പക്ഷേ പറ്റുന്നില്ല. ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ തോന്നുവാ മോളെ. പ്ലീസ് മോളെ, നമുക്കൊന്നുകൂടി കൂടാം. ഇനി ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടില്ല. നമ്മൾ തമ്മിൽ ഇന്നും ഈ രീതിയിലൊക്കെ കാണണം എന്നാണ് ദൈവനിശ്ചയം. അതുകൊണ്ടല്ലേ ഇത്രയും നല്ലൊരു അവസരം ദൈവം നമുക്കൊരുക്കി തന്നത്. എൻ്റെ മനസ്സിൽ ചെറിയ മാറ്റം വന്നു തുടങ്ങി. ഇന്നലെ ഇരുട്ടത്ത് അച്ഛനെ ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് കണ്ടു ഞാൻ. ഈ വലിയ ഹിപ്പോപ്പൊട്ടാമസ് ആണല്ലോ മാൻപേടയെ പോലുള്ള എന്നെ. എന്നിരുന്നാലും ഞാൻ വിസമ്മതം മൂളി. അച്ഛാ, അത് വേണ്ട, ഇനിയും അത് പാടില്ല. അച്ഛാ, ഇനിയും തുടർന്നാൽ ശരിയാവില്ല. അച്ഛൻ ഇപ്പോൾ പോ പ്ലീസ്. അമ്മായിയച്ഛൻ ആകെ സങ്കടത്തിലായി. ഒരുപാട് പ്രതീക്ഷിച്ചു വന്നിട്ട് മരുമകൾ തട്ടിത്തെറിപ്പിച്ചല്ലോ. പക്ഷേ അങ്ങനെ തോറ്റുകൊടുക്കാൻ പുള്ളി തയ്യാറല്ലായിരുന്നു. ഞാൻ ഒളികണ്ണിട്ട് അമ്മായിയച്ഛൻ്റെ ആ വലിയ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. ആജാനുബാഹുവാണ്, കാരിരുമ്പ് പോലുള്ള ശരീരമാണ്, വിരിഞ്ഞ നെഞ്ച്, ഒരു കബഡി കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. മോളെ, മൂക്ക് വേണ്ടേ ഈ അച്ഛനുമായുള്ള കൂട്ട്? അച്ഛൻ്റെ ശബ്ദം എൻ്റെ കാതുകളിലെത്തി. വേണമെന്ന് പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ വിസമ്മതം മൂളി. അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കൈകൾ രണ്ടും അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിലാക്കി അപേക്ഷഭാവത്തിൽ ഒന്ന് നോക്കി. എൻ്റെ പൊന്നു മോളല്ലേ, വാ. എനിക്ക് മനസ്സിന് അലിവ് വരുന്നുണ്ടെങ്കിലും ഞാൻ പുറത്ത് കാണിച്ചില്ല. അച്ഛാ, അച്ഛൻ പോ, ചെല്ലുന്നേ, ആരേലും വരും, പോ അച്ഛാ. അമ്മായിയച്ഛൻ്റെ അവസാന അടവുമെടുത്തു. ശരി, അച്ഛൻ പോവാം. പക്ഷേ അച്ഛൻ 10 വരെ എണ്ണും. അതിനുള്ളിൽ മോൾക്ക് അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അച്ഛൻ പൊക്കോളാം. അമ്മായിയച്ഛൻ്റെ ആ ഐഡിയ എൻ്റെ മനസ്സിനെ തന്നെ മാറ്റി. അച്ഛൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ തലചായ്ച്ച് കെട്ടിപ്പുണർന്ന് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് പിന്നീട് വേറെ വഴിക്ക് ചെന്നെത്തും. പക്ഷേ രാത്രിയിലെ ധൈര്യം എനിക്കുണ്ടായില്ല. അമ്മായിയച്ഛൻ എണ്ണി തുടങ്ങി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മനസ്സുകൊണ്ട് വേണമെന്നുണ്ട്, പക്ഷേ തീരെ ധൈര്യം വന്നില്ല. അമ്മായിയച്ഛൻ ആകെ സങ്കടമായി. ഞാൻ വഴങ്ങുമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷേ ആകെ നിരാശനായി. ക്ഷമിക്കണം മോളെ, അച്ഛൻ ആഗ്രഹങ്ങൾ അടക്കാൻ കഴിഞ്ഞില്ല. അതാ മോൾ എന്നോട് ക്ഷമിക്കണം. വിഷമത്തോടെ അമ്മായിയച്ഛൻ ബാത്റൂമിൻ്റെ പുറത്തേക്കിറങ്ങി. എൻ്റെ മനസ്സിലും സങ്കടമായി. ആ സങ്കടം എന്നിൽ ആഗ്രഹത്തിൻ്റെ മൂർച്ചയിലെത്തിച്ചു. ഞാൻ അമ്മായിയച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛാ, സോറി. മോളെ, എൻ്റെ ലച്ചു. അമ്മായിയച്ഛൻ എന്നെ വാരിയെടുത്ത് ബാത്റൂമിൽ കയറ്റി. മോളെ, അച്ഛനറിയാം എൻ്റെ മോളുടെ മനസ്സിലും ഇതേ ചിന്തയാണെന്ന്. അച്ഛാ, എന്തോ? ലച്ചു, നമുക്ക് കുളിക്കാം. ആ അച്ഛാ. ഞാൻ അമ്മായിയച്ഛൻ്റെ ദേഹത്തേക്ക് വീണ് മുറുക്കെ കെട്ടിപ്പിടിച്ചു. എന്നേക്കാൾ അത്രയും പൊക്കമുണ്ട് അച്ഛന്. അമ്മായിയച്ഛൻ എന്നെ ഭിത്തിയോട് ചാരി നിർത്തി. ഷവറിൻ്റെ ചോട്ടിൽ നിർത്തി. ഷവർ തുറന്നു. ഷവറിൽ നിന്നും മഴ പോലെ വെള്ളം ഞങ്ങളുടെ ദേഹത്ത് ചാടി. ലക്സ് സോപ്പിൻ്റെ പരിമളം ബാത്റൂമിലാകെ തളം കെട്ടി നിന്നു. മോളെ, നമുക്കിന്നലെ ചെയ്യാത്തൊരു കാര്യം ഇന്ന് ചെയ്താലോ? അതെന്താ അച്ഛാ, പുതിയ എന്തെങ്കിലും അടവാണോ? എനിക്ക് എന്താണ് അമ്മായിയച്ഛൻ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ ആകാംക്ഷയായി. മോളെ, ഇതൊക്കെ ഏത് പെണ്ണും മനസ്സ് അറിഞ്ഞു ചെയ്തു കൊടുക്കേണ്ടയാ. മോൾ ഇന്നലെ രാത്രി ചെയ്യുമെന്ന് അച്ഛൻ ഒത്തിരി കൊതിച്ചു, പക്ഷേ ചെയ്തില്ല. അയ്യോ അച്ഛാ, അതെന്താ? അച്ഛൻ പറ,
ഈ ലച്ചുമോൾ എന്താ എൻ്റെ അച്ഛന് നൽകേണ്ടത്? പറ. അമ്മായിയച്ഛൻ എൻ്റെ ചെവിയിൽ അത് പറഞ്ഞു. നാണം കൊണ്ട് എൻ്റെ മുഖം ചുവന്നു തുടുത്തു. എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് പറഞ്ഞതെങ്കിലും അമ്മായിയച്ഛൻ അത്രയും ദയനീയമായി പറഞ്ഞതല്ലേ, അങ്ങനെ ആഗ്രഹം സാധിക്കാമെന്ന് ഞാനും കരുതി. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അതിനിടയിൽ അച്ഛൻ്റെ വക കമൻറ്റ്, എൻ്റെ മകനാണെങ്കിലും അവനൊരു തനി പൊട്ടൻ തന്നെ അല്ലേ? ആ, എന്ത് ചെയ്യാനാ അച്ഛാ, എൻ്റെ വിധി. ലച്ചു, അച്ഛൻ മോളുടെ വിധിയെ മാറ്റിത്തരാം. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അച്ഛാ ഞാൻ? ലച്ചു, നീ ആടി പെണ്ണ്, നല്ല ചരക്ക് പെണ്ണ്, സന്തോഷമായോ? ആയോന്നോ? സ്വർഗം കയ്യിൽ കിട്ടിയ പോലല്ലേ? മോൾക്ക് എത്ര വയസ്സായി? 23 ആയുള്ളൂ അച്ഛാ. എന്താ? ഹോ മോളെ, നല്ല പ്രായത്തിൽ കിട്ടിയായിരുന്നേൽ എൻ്റെ കൊച്ചുമോളാകേണ്ട പ്രായമേ നിനക്കുള്ളൂ. അതിനിപ്പോൾ എന്താ അച്ഛാ? ഈ കിളവന് ഈ വയസ്സാങ്കാലത്ത് കിട്ടിയ ഭാഗ്യം ഓർത്തയാ മോളെ. തൂവെണ്ണ നിറമുള്ള കിടിലം പെണ്ണ്, അതും ഒന്ന് പെറ്റിട്ടും ഒട്ടും ഉടവ് തട്ടാതെയുള്ള സുന്ദരി. എന്തിനേറെ പറയുന്നു, നിന്റെ കാൽവിരലിന് പോലും പ്രത്യേക ഭംഗിയാണ്. 23 വയസ്സുള്ള അപ്സരസാണ് നീ. എല്ലാം കൊണ്ടും ഒത്തുചേർന്ന നിന്നെപ്പോലൊരു പെണ്ണിനെ ഇങ്ങനെ ഒത്തു കിട്ടിയത് ഭാഗ്യമല്ല മോളെ, മുജ്ജന്മ സുഹൃതം, അങ്ങനെയാ പറയേണ്ടത്. നിനക്ക് ഈ അച്ഛൻ 100-ൽ 100 മാർക്കാണ് ഇടുന്നേ. ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ അച്ഛന്, അച്ഛൻ്റെ മരുമകൾ ഒരു നിസ്സാരക്കാരിയല്ല എന്ന്. ആ മോളെ ലച്ചു, നീ സൂപ്പറാണ്. വാടി, വാ ഇങ്ങോട്ട്. നിൽക്കുന്നേ, ഇനി സമയമുണ്ടല്ലോ. ഇങ്ങ് വാ മോളെ, ഈ കുളിപ്പുര നമുക്കൊരു മണിയറയാക്കാം. എനിക്ക് ചിരി കൂടെ വരുന്നുണ്ട്. ലച്ചു, നിനക്ക് ശരിക്കും 23 ആണോ? അത്രേ ആയുള്ളൂ? അതെന്താ അച്ഛാ അങ്ങനെ ചോദിച്ചേ? വെറുമൊരു 23-കാരിയുടെ പ്രകൃതമല്ല നിനക്ക്. കള്ളച്ഛാ, സമയം കളയാതെ വന്നേ. ആരേലും വന്നാൽ പിന്നെ സമയം കിട്ടില്ല, പറഞ്ഞേക്കാം. പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഓ എടി ലച്ചുമോളെ കള്ളി, എനിക്ക് മാത്രമാണോ സങ്കടം ഉണ്ടാവൂ? നിനക്കും ആഗ്രഹമില്ലേ? ഇന്നിനി നീ ഒരു ദയയും പ്രതീക്ഷിക്കണ്ട. മോളെ, നമുക്ക് മുറിയിൽ പോയാലോ? ആ പോവാച്ചാ. ഞാൻ വേഗം ഷവർ ഓഫാക്കി തിരിഞ്ഞതും അമ്മായിയച്ഛൻ എന്നെ 2 കൈയിലും കോരിയെടുത്തു. കിളവൻ്റെ ആർത്തി കണ്ട് എനിക്ക് ചിരി വന്നു. ഒരിളം പെണ്ണിനെ കിട്ടിയതല്ലേ, ഈ ആർത്തിയൊക്കെ ഇല്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്നെയും പൊക്കിയെടുത്ത് അമ്മായിയച്ഛൻ ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി അമ്മായിയച്ഛൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ആകെ നനഞ്ഞു കുഴഞ്ഞാണ് ഞങ്ങൾ രണ്ടും ഇരിക്കുന്നത്. ഏറ്റവും മുകളിലാണ് അമ്മായിയച്ഛൻ്റെ മുറി. മുറിയിലിരുന്നാൽ മുറ്റവും റോഡും എല്ലാം കാണാം. ആർത്തി കൊണ്ട് റോക്കറ്റ് പോലെയാണ് എന്നെയും ചുമന്ന് റൂമിലേക്ക് ഓടുന്നത്. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടും മേല. ഇപ്പോഴും ആളുകൾ വീടിൻ്റെ പുറത്തുണ്ട്. വീടിൻ്റെ ഉള്ളിൽ നടക്കുന്നത് വല്ലതും അവരുണ്ടോ അറിയുന്നു. കുടുംബത്തിലെ മുതുകിളവൻ സ്വന്തം മകൻ്റെ ഭാര്യയുമായി റൊമാൻസ്. വാതിലിൻ്റെ ഡോറ് ചവിട്ടി തുറന്ന് അമ്മായിയച്ഛൻ റൂമിനുള്ളിൽ കയറി എന്നെ നേരെ കിടക്കയിലേക്കിട്ടു. പെട്ടെന്നാണ് പുറത്തു നിന്നൊരു വിളി കേട്ടത്, ശ്രീധരേട്ടാ. ഞാൻ പെട്ടെന്ന് ഞെട്ടി. അമ്മായിയച്ഛൻ ചാടി എഴുന്നേറ്റു. ഓ കോപ്പ്, ഏത് നാറി ഈ സമയത്ത് വിളിക്കുന്നേ? അയ്യോ അച്ഛ, ആരാ അത്? എനിക്ക് പേടിയാവുന്നു. എടി ലച്ചു, നീ മിണ്ടാതിരി, അച്ഛൻ പോയി നോക്കിയിട്ട് വരാം. എടി ലച്ചുക്കള്ളി, ആകെ നനഞ്ഞു കുളിച്ചിരിക്കുക. നീ ആ മേലൊക്കെ ഒന്ന് തുടച്ചൊരുങ്ങിയിരിക്കെ. വേഗം ഞാൻ വരും. അതുവരെ ആശ്വസിച്ചിരി. വേഗം വരാട്ടോ. എൻ്റെ അച്ഛൻകുട്ടാ, ഒന്ന് വേഗം പോയി വാ. ഇപ്പോൾ വരാടി. അച്ഛാ, വരുമ്പോൾ എൻ്റെ ഫോൺ കൂടി ഒന്ന് എടുക്കണേ. അവരെങ്ങാനും വിളിച്ചാൽ അറിയണ്ടേ? ആ, ഇപ്പോൾ വരാം. അമ്മായിയച്ഛൻ കാര്യം അന്വേഷിക്കാൻ പുറത്തു പോയി. അമ്മായിയച്ഛനെ ആലോചിച്ച് ഞാൻ കിടന്നു. പുറത്ത് അമ്മായിയച്ഛൻ ആരോടോ ചൂടാവുന്ന ഒച്ച ഞാൻ കേട്ടു. പാവം, ഇതിനിടയിൽ ശല്യപ്പെടുത്തിയ ദേഷ്യം അവരോട് തീർക്കുക. ഞാൻ അമ്മായിയച്ഛൻ്റെ റൂം നോക്കി. എൻ്റെയും ദേവേട്ടൻ്റെയും കല്യാണ ഫോട്ടോ ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു. ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു നാൾ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ആകുമെന്ന്. എന്ത് നല്ല പെൺകുട്ടിയായിരുന്നു ഞാൻ. എന്നെ കിട്ടുന്നവനല്ലാതെ വേറൊരാളും എൻ്റെ ശരീരത്തിൽ തുടരുതെന്ന് ദൃഢനിശ്ചയം എടുത്തയാളാണ് ഞാൻ. എന്നിട്ടും ഞാൻ പതിയെ അതെല്ലാം ആലോചിച്ച് കണ്ണടച്ചിരുന്നു.
പെട്ടെന്ന് അമ്മായിയച്ഛൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടു. അമ്മായിയച്ഛൻ ഞാൻ കണ്ണടച്ചിരുന്നപ്പോൾ എന്നെ അറിയിക്കാതെ പതിയെ പതിയെ വന്നതാണ്. എന്നോട് അമ്മായിയച്ഛന് അത്രയും കൊതിയാണ്. അച്ഛാ, ആരാ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? ലച്ചുമോളെ, അതാ ദേഹണ്ണക്കാരൻ ശശിയാ. അവൻ്റെ പൈസ കൊടുത്തില്ലായിരുന്നു, ശല്യം. അപ്പോഴാണ് എൻ്റെ ഫോണിൽ ബെല്ലടിക്കുന്നത്. അമ്മായിയച്ഛൻ താഴെ പോയപ്പോൾ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നിരുന്നു. ഞാൻ വേഗം എൻ്റെ ഫോൺ എടുത്ത് നോക്കി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഇടുത്തി വീണു. അയ്യോ അച്ഛാ, ദേവേട്ടൻ വിളിക്കുന്നു. അമ്മായിയച്ഛൻ കേട്ടിട്ടും കേട്ട ഭാവം നടിച്ചില്ല. അച്ഛാ, ദേവേട്ടൻ വിളിക്കുന്നു, എന്താ പറയേണ്ടത്? നീ എന്തേലും പറമോളെ, ഫോൺ എടുക്ക്. അമ്മായിയച്ഛന് അതൊന്നും ഒരു പ്രശ്നമല്ല, ഞാനുമായി ഒന്ന് കൂടണം, അത്രമാത്രം. പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവിനെ പറ്റി ചിന്തിക്കണമല്ലോ. അച്ഛാ, ഞാൻ ഫോൺ എടുക്കാൻ പോവുകയാണേ, ഒച്ച എടുക്കല്ലേട്ടോ. അച്ഛൻ എന്നോട് കൈകൊണ്ട് ഫോൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തു. ഹലോ ദേവേട്ടാ. ആ, എന്താടി ഫോൺ എടുക്കാൻ വൈകിയേ? അത് ദേവേട്ടാ, ഞാൻ അടുക്കളയിലായിരുന്നു. ലച്ചു, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക, വേഗം വരും. ഇരുട്ടാവാറായില്ലേ, പേടിക്കണ്ട കേട്ടോ, വേഗം വരാം. അച്ഛൻ എന്തേ? അച്ഛൻ ഇവിടെ ഭയങ്കര പ്രകടനമാണ്. ആ അച്ഛനെ പറ്റിയാണ് എവിടെയാണെന്ന് എന്നോട് ചോദിക്കണേ. ഞാൻ മനസ്സിൽ കരുതി. അച്ഛൻ ഇവിടെ ഉണ്ടേട്ടാ. ആ, അച്ഛനുള്ള ധൈര്യത്തിലാണ് നിന്നെ ഒറ്റക്കാക്കി പോന്നെ, പേടിക്കണ്ട കേട്ടോ. ആ, വേഗം വാ. മോൻ എന്തേ ദേവേട്ടാ? അവൻ ലാവണ്യയുടെ കയ്യിലാണ്. എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ് ലാവണ്യ. ആ, വേഗം വാ. ശരി മോളെ, വേഗം വരാം. 2-3 ദിവസത്തെ നിൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പട്ടിണിയും ഞാൻ മാറ്റുന്നുണ്ട്. റെഡിയായിരുന്നു. ഓഹോ, അങ്ങനെയാണോ? എന്നാ വേഗം വാ മോനെ. വരുവാടി എൻ്റെ ലച്ചുമോളെ. ഇത്രയും പറഞ്ഞ് ദേവേട്ടൻ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ വിശപ്പ് കെട്ടിയോൻ്റെ അച്ഛൻ മാറ്റിത്തരുന്നത് പാവം അറിയുന്നില്ലല്ലോ. എന്തായാലും ഇന്നിനി എനിക്കൊരു റെസ്റ്റുമില്ല. അച്ഛൻ്റെ കഴിഞ്ഞ് മോൻ്റെ കലാപരിപാടികൾ തുടങ്ങും. അമ്മായിയച്ഛൻ അതിനിടയിൽ എന്നോട് ചോദിച്ചു, എന്താടി അവൻ പറഞ്ഞേ? അവർ തിരിച്ചു വരുവാൻ തുടങ്ങുവാന്ന്. ഷോ കോപ്പ്, ഇനിയിപ്പോൾ മാക്സിമം 3 മണിക്കൂറല്ലേ നമുക്ക് കിട്ടൂ. ഞാനും ചെറിയ നിരാശയോടെ മൂളി. ലച്ചു, നീ വിഷമിക്കേണ്ട, 3 മണിക്കൂർ ധാരാളം. ആ, 3 മണിക്കൂർ നേരത്തെ കഠിനമായ അധ്വാനത്തിന് ശേഷം ഞാൻ അമ്മായിയച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ക്ഷീണം മൂലം ഞങ്ങൾ രണ്ടും മയങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ഫോൺ കോൾ കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. അമ്മായിയച്ഛൻ എഴുന്നേറ്റ് പോയിരുന്നു. ദേവേട്ടനായിരുന്നു വിളിച്ചത്. 1/2 മണിക്കൂറിൽ എത്തുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം കുളിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. അമ്മായിയച്ഛൻ എന്നെ ചെറിയ കള്ളച്ചിരിയോടെ നോക്കുന്നുണ്ട്. അച്ഛാ, ഇവള് പേടിച്ചു പോയോ? ദേവേട്ടൻ അച്ഛനോട് ചോദിച്ചു. ഇല്ലടാ മോനെ, ഇവള് നല്ല ധൈര്യമുള്ള പെണ്ണല്ലേ. അമ്മായിയച്ഛൻ എന്നെ നോക്കി. വീണ്ടും വീണ്ടും എന്നോടുള്ള ആ കൊതി തീക്ഷ്ണമായ ആ കണ്ണുകളിൽ ഞാൻ കണ്ടു. ഒരു കല്യാണ രാത്രി തുടങ്ങിയ ഈ ബന്ധം പിന്നീട് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ തുടർന്നു പോന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും ഗർഭിണിയാണ്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ചോരയാണത്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഒരു കുടുംബത്തിൽ തന്നെ സ്വന്തം ഭർത്താവിൻ്റെ പതിവൃതയായ ഭാര്യയായും ഭർത്താവിൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള സ്ത്രീ ശരീരമായും ഞാൻ ജീവിച്ചു പോരുന്നു. ഞാനാണ് ലക്ഷ്മി, എൻ്റെ അമ്മായിയച്ഛൻ്റെ സ്വന്തം ലച്ചുവെന്ന മരുമകൾ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ ഫുൾ വേർഷൻ ഞാൻ നമ്മുടെ പ്രീമിയം ചാനലിലാണ് ഇടുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി സ്റ്റോറിയല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.